പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പനേരം പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും ശക്തിപ്പെടുത്തട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ സമയം വരെ നമ്മെ ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള ആകുലതകളും നിരാശകളും മറ്റുള്ളവരുടെ പാഴ്വാക്കുകൾ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മുറിവുകളും വിഷമതകളും നിരാശകളും എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും കാൽവരി കുരിശിൽ 3 ആണികളാൽ പിടയുന്ന യേശു നാഥന്റെ മുന്നിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ വിഷമതകളും അവിടുത്തെ ഭാരമേൽപ്പിക്കുക. നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക. അവിടുന്ന് നിന്നെ പുലർത്തും. അല്പസമയം പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ നമ്മുടെ എല്ലാ ഭാരങ്ങളും അസ്വസ്ഥതകളും യേശുവിൻ്റെ കാൽവരി കുരിശിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാ വിഷമതകളും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. എല്ലാ വിഷമതകളും കർത്താവായ യേശുവിൻ്റെ കുരിശിലേക്ക് ഈ വിചാരത്താൽ പ്രാർത്ഥനകളാൽ ഉയർത്തപ്പെടും. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജെറുസലേം രാജ്യവീതിയിലൂടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഒരു നാൾ ഒരു കുഷ്ഠരോഗി കടന്നു വന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവനാക്കി തീർക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനായി തീരട്ടെ. തൽക്ഷണം അവന്റെ കുഷ്ഠമെല്ലാം മാറി അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. ആ കുഷ്ഠരോഗിയുടെ വിശ്വാസം ശക്തമായിരുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. യേശുവിനെ കണ്ടപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് നഥായനയിൽ ഒരിക്കൽ അടുത്തു വന്നു. യേശുവിൻ്റെ അരികിലേക്ക് അവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇതാ
നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നഥാനയേൽ യേശുവിനോട് ചോദിച്ചു, റബ്ബി, അങ്ങ് എന്നെ അറിയുമോ? യേശു പറഞ്ഞു, നീ അത്തിമരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, അത്തിമരച്ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന നഥാനയേൽ അവൻ്റെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് യേശു കണ്ടിരുന്നു. അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ, ഒറ്റയ്ക്കാണല്ലോ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, സംസാരിക്കുവാനോ സ്നേഹിക്കുവാനോ ആരുമില്ലല്ലോ എന്ന് ഏകാന്തതയിലിരുന്ന നഥാനയേലിനെ കണ്ടു. യേശു അവനെ സൗഖ്യപ്പെടുത്തി. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി യേശു കുഴിമാടത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ മർത്തയോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. I am the resurrection and the life. Those who believe in me will live even though they die. Those who believe and live in me will never die. Do you believe this? മാർത്ത പറഞ്ഞു, വിശ്വസിക്കുന്നു. മരിച്ച് 3 നാൾ കഴിഞ്ഞ ചീഞ്ഞളിഞ്ഞ ശരീരമായി കുഴിമാടത്തിൽ കിടക്കുന്ന ലാസറിന്റെ അരികിൽ യേശു വന്ന് പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. ചീഞ്ഞളിഞ്ഞ ശരീരം, ദുർഗന്ധം വമിക്കുന്ന ശരീരം എല്ലാം സൗഖ്യമാക്കി ശുദ്ധിയുള്ളവനായി ലാസർ പുറത്തു വന്നു. കുഴിമാടത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ വചനങ്ങളുടെ ശക്തി. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളോട് ഒരുപാട് മക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആശുപത്രികളിൽ മരണാസന്നരായി കിടക്കുന്ന അനേക മക്കൾ രോഗസൗഖ്യത്തിന് വേണ്ടി, പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി കേഴുന്ന മക്കൾ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ അങ്ങേക്കായി ദാഹിക്കുന്നു എന്ന വചനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി കേഴുന്ന മക്കൾ, രോഗസൗഖ്യത്തിന് വേണ്ടി കേഴുന്ന അനേക മക്കളെ ഈ സമയം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവെ, അവരെല്ലാവരും സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഓരോ മക്കളും അനുഭവിച്ചറിയട്ടെ. യേശുവിൻ്റെ സാക്ഷികളായി, ജീവന്റെ വചനങ്ങളിലെ സാക്ഷികളായി ഓരോ മക്കളും സൗഖ്യപ്പെടട്ടെ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു.
സ്നേഹമുള്ളവരെ, ഈ സമയം നിന്നെ അലട്ടുന്ന സൗഖ്യത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്ന രോഗം ഈ സമയം യേശുവിനോട് പറയുക. ഹൃദയത്തിൽ നീ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. യേശുവേ, നിന്റെ രോഗം എന്താണെങ്കിൽ രോഗം യേശുവിനോട് പറയുക. കണ്ണുകളടച്ച് കാൽവരി കുരിശിലെ സ്നാതന മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൗഖ്യം തരണമേ എന്ന് യാചിക്കുക, പ്രാർത്ഥിക്കുക. മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിന് എല്ലാം സാധ്യമാകുന്നു. വിശ്വസിക്കുക. ദൈവമഹത്വം എന്തെന്ന് നീ ദർശിക്കും. നിന്നെ അലട്ടുന്ന എല്ലാ രോഗങ്ങളും കർത്താവിന്റെ മുന്നിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. രോഗത്തെ പറ്റി കർത്താവിനെ സ്തുതിക്കുക. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഓരോ മക്കളെയും യേശു നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക. നീ നിന്നെയും യേശുവിനെ കാണിച്ചു കൊടുക്കുക. സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെയും ഈ സമയം സൗഖ്യപ്പെടുത്തണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുക. നീ അത്ഭുതം ദർശിക്കും. രോഗശാന്തിയാൽ നിറയും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. മൗനമായി യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹൃദയത്തിൽ കർത്താവിനെ സ്തുതിക്കും. ഈ ഗാനത്തിലൂടെ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് എന്റെ രോഗങ്ങളെ പ്രതി കർത്താവിനെ സ്തുതിക്കുക. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട അനേക മക്കൾ ഈ സമയം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയാൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവത്തിന്റെ മഹത്വം ദർശിക്കട്ടെ നമ്മൾ ഓരോരുത്തരും. യേശുവിന്റെ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് ഈ സമയങ്ങളിൽ എല്ലാവരും കഴുകപ്പെടട്ടെ. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ദൈവപുത്രൻ ജീവിക്കുന്നു. Praise the Lord.